തിരുവനന്തപുരം മാനവീയം വീഥിയിൽ വീണ്ടും സംഘർഷം. ക്രിസ്മസ് ആഘോഷിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. പോലീസിന് നേരെയും ആക്രമണമുണ്ടായി. ASI ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ നൽകും കൂടുതൽ വിവരങ്ങൾ. അതിനു മുമ്പ് ആ ദൃശ്യങ്ങളിലേക്ക്. ഷഫീദ്, മാനവീയം വീഥി അത് സംഘർഷ വീഥിയായി മാറുന്നു. വീണ്ടും മറ്റൊരു സംഘർഷ വാർത്തയാണ് വന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് ഇന്നലെ? പ്രജിനി, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ആഘോഷത്തിന് മാനവീയം വീഥിയിലെത്തിയ യുവാക്കൾ തമ്മിലാണ് ഇന്നലെയും പ്രശ്നവും സംഘർഷങ്ങളും ഉണ്ടായത്. നമുക്കറിയാം, നേരത്തെയും പലതവണ മാനവീയം വീഥിയിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും സമാനമായ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയും പോലീസ് അതിൽ ഇടപെടുകയും ചെയ്തു. കൂടുതൽ പോലീസ് എത്തി ഈ സംഘർഷം ഉണ്ടാക്കിയവരെ കസ്റ്റഡി എടുക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പോലീസിനെതിരെ ചില അതിക്രമ സംഭവങ്ങൾ ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ സംഘർഷം ഉണ്ടാക്കിയതിൽ ഒരു യുവാവിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ആണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇയാളെ ബലം പ്രയോഗിച്ച് ഏറെ നേരം പണിപ്പെട്ടാണ് പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ടുപോയത്. ഈ സംഘർഷത്തിൽ ASI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേരെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഘർഷത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെ പോലീസ് കണ്ടെത്താനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരെക്കുറിച്ച് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാനവീയം വീഥിയിലെ നൈറ്റ് ലൈഫ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട നേരത്തെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് സർക്കാർ നയത്തിന്റെ ഭാഗമായി ഇളവ് വരുത്തിയിരുന്നു. വീണ്ടും തുടർച്ചയായ മാനവീയം വീഥിയിൽ സംഘർഷം അത് ഉണ്ടാവുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്നടക്കം ഇടപെടൽ ഉണ്ടായിട്ടും അതിലൊരു കുറവുണ്ടാകുന്നില്ല. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.